നമുക്ക് സൗത്ത് കേരളയിലെ സാമ്പാർ ഉണ്ടാക്കിയാലോ? ഇത് ഓതന്റിക് ട്രഡീഷണൽ ആയിട്ടുള്ളത് പറയുവാണേ. പ്രഷർ കുക്കർ ഒക്കെ വരുന്നതിന് മുമ്പേ ഞങ്ങൾ ഉണ്ടാക്കിയതാ. അപ്പൊ ചരുവത്തില് തൊമര എടുത്ത് അങ്ങോട്ട് വേവാൻ വെക്കും, ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട്. 85% തൊമര വെന്ത് കഴിയുമ്പോ കഷ്ണങ്ങളൊക്കെ ഇടും. നമ്മൾ ഇടുന്ന കഷ്ണങ്ങള് ഉരുളക്കിഴങ്ങ്, ഉള്ളി, കുമ്പളങ്ങ, ചേന, മുരിങ്ങക്ക, തക്കാളി, വഴുതനങ്ങ, ഇത്രയും അതിനകത്തിട്ട് വേവിക്കും. മഞ്ഞളുണ്ടല്ലോ ഓൾറെഡി, ഇല്ലെന്ന് തോന്നി ഇച്ചിരി കൂടി ഇടുക. ഉപ്പും അതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഷ്ണമൊക്കെ വെന്ത് കഴിയുമ്പം വെണ്ടയ്ക്ക ശകലം വെളിച്ചെണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കണം. അപ്പൂപ്പന് പക്ഷെ ആദ്യം ഈ കഷ്ണത്തിന്റെ കൂടെ 1-2 വെണ്ടയ്ക്ക വേണം. പുളി പിഴിഞ്ഞൊഴിച്ച് അത് തിളയ്ക്കണം. നമ്മൾ തിരുവല്ലക്കാരുടെ സാമ്പാറിന് പുളിയുണ്ട്. കഷ്ണങ്ങൾ വേവുന്ന സമയത്ത് നമ്മൾ മസാലയ്ക്ക് വറക്കും. മല്ലി, വറ്റൽമുളക്, കായം, ഇത് ഇത്രയിട്ട് അങ്ങോട്ട് ഇളക്കി ഇളക്കി ഇച്ചിരി സിമ്മിലിട്ട് ഇളക്കുന്നത്. ഇളക്കി കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് അത് വറന്നു വന്നു എന്നറിയുമ്പോൾ നമ്മൾ ഉലുവ എടുക്കുള്ളൂ. ഉലുവ അങ്ങ് ഒത്തിരി അങ്ങ് വറക്കല്ല്. അപ്പൊ അത് കഴിച്ചു പോകും. അപ്പൊ ഒന്ന് ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്ക് ഇത് ഓഫ് ചെയ്ത് നമ്മൾ ആറാൻ വെക്കും. ആറാൻ വെച്ചിട്ട് അതിനെ നല്ലതായിട്ട് അരച്ച്, അപ്പൊ ഞങ്ങൾ അരകല്ലിൽ അരച്ചോണ്ടിരുന്നേ, മിക്സി ഒന്നും ഇല്ലായിരുന്നു. പുളി ഒഴിച്ച് തിളച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അരച്ചത് അങ്ങോട്ട് ഇട്ട് ഇളക്കുന്നത്. അങ്ങോട്ട് ഇളക്കി നല്ലതായിട്ട് അമ്മൂമ്മ പറയുന്ന പോലെ കള കുളാന്ന് തിളക്കണം. തിളച്ച് കഴിയുമ്പോൾ നല്ലതായിട്ട് ഇളക്കണം. തൊമര താഴെ പറ്റുമെന്ന് കരുത്. തൊമര അപ്പം മുഴുക്ക വെന്ത് കഴിഞ്ഞ് കാണും. അതങ്ങോട്ട് ഇളക്കി കഴിഞ്ഞ് വാങ്ങി വെച്ച് കടുക് വറുക്കും. വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക്, വറ്റൽമുളക്, കരിവേപ്പില, ഉലുവ ഇത്രയും അങ്ങോട്ട് ഇട്ട് കടുക് വറുത്ത് സാമ്പാറിലോട്ട് ഒഴിച്ച് ഇളക്കി അടച്ച് വെക്കും.